അതോറിറ്റി, അധികാരം. പാർട്ട് 2. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കഴിഞ്ഞ ദിവസം ഓദർ, അതായത് സൃഷ്ടാവാരെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സൃഷ്ടിക്ക് സമാധാനം. നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, പൊന്നു സൃഷ്ടികളാണ്, ദൈവത്തിൻ്റെ ഓമന മക്കളാണ്. എന്നെ കൂടാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. എൻ്റെ ഭവനത്തിൽ എന്തെങ്കിലും നടക്കുന്നതിന് ദൈവം എന്നോട് പറയും. പലപ്പോഴും ഞാൻ വാണിങ്ങി കൊടുക്കും പിള്ളേരോട്, അവർ കേൾക്കത്തില്ല. പോയി കുഴി ചെന്ന് ചാടിയേച്ച് ദൈവം പൊക്കിക്കൊണ്ട് വരുന്നതിനും വരെ നടക്കാൻ പറയും. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് കേട്ടനുസരിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാണെങ്കിൽ അല്പം ട്രെയിനിങ് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒന്നും തിന്മയ്ക്കായിട്ട് ഭവിക്കത്തില്ല, നന്മയ്ക്കാക്കി മാറ്റുന്നൊരു ദൈവം. കർത്താവ് സങ്കീർത്തനം 33:6 യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ആരാണ്? ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് ആകാശവും ഭൂമിയും ഭൂതലവും അതിലുള്ള സകലത്തിലെയും സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ബൈ ദ വേർഡ് ഓഫ് ദ ലോർഡ് ദ ഹെവൻസ് വെയർ മെയ്ഡ് ദെയർ സ്റ്റാറി ഹോസ്റ്റ് ബൈ ദ ബ്രത്ത് ഓഫ് ഹിസ് മൗത്ത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ഉള്ളിലുള്ള ആ മഹാശക്തിയിൽ ഉണ്ടാകട്ടെ വെളിച്ചം എന്ന് പറയുമ്പോൾ വെളിച്ചം വരികയാണ്. അത് ദിനം പ്രതി നമ്മുടെ മേലോട്ട് ദൈവം അയക്കാം. ഉണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ, സമൃദ്ധി കടന്നു വരട്ടെ, പണസംബന്ധമായ ബന്ധനങ്ങളുടെ കെട്ടുകളെ അഴിയട്ടെ, കൈകളും കാലും കൂച്ചി വെച്ചിട്ട് നമുക്ക് മുൻപോട്ട് അഴിഞ്ഞു പോകട്ടെ, മുൻപോട്ട് കയറട്ടെ, വഴി നിരപ്പാക്കുക. അപ്പം ഇത് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിൽ നമ്മുടെ വഴി തുറക്കും. അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ അമേരിക്ക വെച്ച് കണ്ടതാണ്. വഴി തുറക്കാത്തടത്ത് ദൈവം ഇങ്ങോട്ട് വന്നിട്ട് ഒറ്റ രാത്രി കൊണ്ട് സംഗതി തിരിച്ചു മറിക്കുന്നത്. ഹൃദയങ്ങൾ കല്ലുപോലെ ഇരിക്കുന്നത് മാംസളമാകുന്നത്. നമ്മൾ എത്രയോ പേർക്ക് നമ്മൾ അവിടെ പോയി അഡ്വൈസ് കൊടുത്തേച്ചായിരുന്നു. എന്താ, അവർക്കൊക്കെ സെർച്ചിങ് ആണ് അടുത്ത ലെവലിലോട്ട്. നമ്മൾ എൻ്റെ മരുമോൻ തന്നെ വചനം കേൾക്കാനുള്ള ആഗ്രഹമുണ്ട്. എങ്ങനെയാണ്? നമ്മളിലുള്ള ദൈവാത്മാവ് അതിനൊരു ശക്തിയുണ്ട്. അത് കേൾക്കണം, അത് പഠിക്കണമെന്ന്. നമ്മളെ ഓരോരുത്തരെയും ഓരോ സ്ഥലത്ത് വിടുമ്പോൾ ദൈവം തിരി മെഴുകുതിരി വിളക്കുമായിട്ടാണ് വിടുന്നത്. അവിടെ പോയി അത് കത്തിച്ചിട്ട് അവരത് വെച്ച്, പിന്നെ നമ്മളല്ല ജോലി, അവരുടെ ജോലി അത് കത്തിച്ച് വയ്ക്കൊണ്ടിരിക്കുക, പുറകിൽ നിന്ന് പ്രാർത്ഥിക്കുക. എപ്പോഴും അവരുടെ ജീവിതത്തിൽ ഇൻ്റർഫിയർ ചെയ്യല്ലേ. കത്തിക്കേണ്ടിയ വിളക്ക് യേശുവിൽ കത്തിക്കുക. ദൈവം നമ്മുടെ ഓദറാണെന്ന് അവരെ മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എബ്രായ ലേഖനം 12 പറഞ്ഞ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ ക്രിസ്തു. വേറെ ഒരാളുടെ പേരവിടെ എഴുതിയിട്ടില്ല. വേറൊരാളുടെ പേര് കൊടുക്കരുത്. പിതാപുത്ര പരിശുദ്ധാത്മാവിനെ മാത്രമാണ് നമ്മൾ വിളിക്കുന്നത്. ആ ദൈവത്തിൻ്റെ തൃത്വം ഒന്ന് മൂന്നുമായിട്ട് നിൽക്കുന്നത് കുടുംബജീവിതത്തിൽ വന്നേ ഒക്കത്തുള്ളൂ. അത് ആ സ്റ്റൈല് മാറാനൊക്കത്തില്ല. ആ സ്ട്രക്ചർ മാറ്റത്തില്ല ദൈവം. പിതാവ്, മാതാവ്, മക്കള്, ട്രയാങ്കിൾ. പിതാവ്, പുത്രന്, പരിശുദ്ധാത്മാവ്, ട്രയാങ്കിൾ. ഇറ്റ്സ് ഫോഴ്സ്. നോബഡി ക്യാൻ ചേഞ്ച് ഇറ്റ്. ദാറ്റ് ഈസ് ദ സ്ട്രക്ചർ. അത് മാറ്റാൻ ആർക്കാ ശക്തി കൊടുക്കുന്നത്? ദൈവം ചില സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കി വെച്ചത് ഏത് ശക്തിക്കാണ് മാറ്റം? ആരവിടെ എന്ന് ചോദിക്കാനുള്ള ബലം ഇതിൻ്റെ കൂടെ വരികയാണ്. ജനസിസ് 1:3 ഗോഡ് സെഡ് ദാറ്റ് ദെയർ ബി ലൈറ്റ് ആൻഡ് ദെയർ വാസ് ലൈറ്റ്. ക്രിയേഷൻ ന്യൂ ടു ഒബേ ഗോഡ്. ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന്. അത് ഉൽപ്പത്തി തുടങ്ങുമ്പോൾ ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഭൂമിയുടെ മേൽ ഇരുട്ടായിരുന്നു. കാരണം പിശാച് ഇവിടെ കിടക്കുന്നുണ്ട്, അല്ലാതൊന്നുമല്ല. ദൈവം ഉണ്ടാക്കിയതെല്ലാം നല്ലതാണ്. പക്ഷെ ഇരുട്ടിന്മേൽ പരിശുദ്ധാത്മാ വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഏതെല്ലാം ഭാരങ്ങളിൽ കൂടെ നിങ്ങൾ പോകുന്നുണ്ടോ ഈ സമയത്ത്, പണസംബന്ധമാണോ, കുടുംബജീവിതത്തിലാണോ, ഡിവോഴ്സാണോ, കേസുകളാണോ, പിന്നെ അതിരുതർക്കമാണോ, കള്ളുകുടിയാണോ, പിന്നെ പൊർണോഗ്രഫിയാണോ, എന്താണ് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം, രോഗമാണോ, അതിൻ്റെ മേൽ പരിശുദ്ധാത്മാ പരിവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ഒരു ദിവസം ദൈവം പറയും ലെറ്റ് ദെയർ ബി ലൈറ്റ്. അത് ചിലപ്പോൾ നമ്മുടെ നാമത്തിരിക്കണം. നമ്മൾ ഈ വചനം പഠിപ്പിച്ച് നിൽക്കുമ്പോൾ കർത്താവ് ചിലപ്പോൾ ആത്മാവിൽ എന്നെ കൊണ്ട് കൊണ്ട് പറയും. അത് സംഭവിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയും. പെട്ടെന്ന് ഞാൻ ഉണരും, ഞാനാണോ പറഞ്ഞാണ്. ഉള്ളിലുള്ള അന്തരാത്മാവ് ജീവൻ വെച്ചിട്ട് നമ്മളെക്കാട്ടി അധിക ശക്തിയോടെ പറയുമ്പോൾ അത് നടന്നിരിക്കുന്നു. ദെൻ ദർ ഇസ് ഒരു മൗത്ത് പീസ്, ഒരാളത് പറയണം. അതൊരു പ്രവാചകനായിരിക്കാം. ഒരു കഴുതയെ കൊണ്ട് പറയിപ്പിച്ചിട്ടില്ലേ? ആർ യു ഒബീഡിയൻറ്റ് ടു ദി അതോറിറ്റി who has instructed you to do things? ദൈവം നമ്മളെ ഏൽപ്പിച്ചത് ചെയ്യുക.
അപ്പം നമ്മൾ 1960 ഹിപ്പി മൂവ്മെൻ്റ് ഉണ്ടായി. ഹിപ്പി മൂവ്മെൻ്റ് ഉണ്ടായതിൻ്റെ റീസൺ മാതാപിതാക്കൾ മക്കളെ നോക്കാതായപ്പോൾ അവർ സ്ട്രീറ്റിലോട്ട് ഇറങ്ങി. അത് അന്ന് തുടങ്ങിയത് ആ കുടുംബത്തിൻ്റെ സ്ട്രക്ചർ മാറി. ഇപ്പോൾ ഇന്നിപ്പം സ്ത്രീകൾക്ക് വിവാഹം വേണ്ട, മക്കൾ വേണ്ട, കുടുംബജീവിതമുണ്ട്. ജപ്പാനിൽ മക്കളുണ്ടാകുന്നത് കുറഞ്ഞിരിക്കുക. അവർ ഗവൺമെൻറ് ഇൻസെൻറ്റീവ് കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 3 മാസമായിട്ട് ഇറ്റലിയിൽ ആകെക്കൂടെ ഒരു പ്രസവമാണ് നടന്നതെന്ന്. പിന്നെ ഇതെല്ലാം ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഓരോ യൂറോപ്യൻ കൺട്രീസിലെ വിവാഹം വേണ്ട, പിന്നെ പുരുഷനും സ്ത്രീയും ആ വിവാഹം എന്നുള്ള നിർവചനം തന്നെ മാറുന്നു. ദൈവം സൃഷ്ടിച്ചതെന്നെല്ലാം മാറിയിരിക്കുകയാണ്. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ട ഒരാൾ പറയാം, അല്ല പത്തനംതിട്ടയിലും കുറഞ്ഞിരിക്കുകയാണിപ്പം, ഡിക്ലൈനിങ്. ഒന്നുമല്ല, ഇവിടെയുള്ള പിള്ളേരെല്ലാം പുറത്തോട്ട് പോകുന്നതെന്നായിരിക്കാം ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ആട്ടെ, the population is going down because ദൈവം സ്ഥാപിച്ചതായ കുടുംബത്തിൻ്റെ വില മനസ്സിലാക്കാതെ നമ്മളെല്ലാം സ്വാർത്ഥരായി മാറുമ്പോൾ അതോറിറ്റി അല്ലെ അധികാരിയെ നമ്മൾ വെറുത്ത് അല്ലെ അധികാരിയുടെ കൈക്കീഴിലല്ല എന്ന് മനസ്സിലാക്കണം. കോൾസ് ടു മോഡേൺ റെസ്പോൺസിബിലിറ്റി ബൈ ഹെവി ബേർഡൻസ് ഓർഡൻ. അതായത് ഈ ഒരു കാലയളവിൽ നമുക്ക് ഒത്തിരി ബേർഡനാണ്. ഈ ഭാരമില്ലാത്ത കുടുംബമില്ല. നമ്മുടെ എല്ലാം ഈ ഷോൾഡറിൽ വലിയ ഹെവി വെയിറ്റ് എടുത്ത് കയറ്റി വെച്ച പോലെയാണ് നമ്മൾ നടക്കുന്നത്. ചിലരെ കണ്ട് 100 പോലും അവർ നടക്കത്തില്ല. കാരണം സോ മച്ച് ഓഫ് പ്രോബ്ലംസ് ഇൻ ദിയർ ലൈഫ്. ഫോർ മോഡേൺ സെക്യുലർ ഫ്രീഡം ലവിങ് പീപ്പിൾ റെസ്പോൺസിബിലിറ്റി ടു ഗോഡ് ഈസ് ഔട്ട് ഓഫ് പിക്ചർ. അതായത് ഈ സ്വന്തമായിട്ട് കാലേ നിൽക്കാവുന്ന ആളുകൾ, മോഡേൺ ചിന്താഗതിയുള്ളവർക്ക് മുകളിലൊരു ദൈവം ഉണ്ടെന്നുള്ള ചിന്ത പോലും ദേ ഡോണ്ട് ഹിയർ ഇറ്റ്. അന്ധമായി ജീവിക്കുന്നു. അത് തന്നെയല്ലേ സോദോം ഗൊമോറയിൽ നടന്നത്? അത് തന്നെയല്ലേ നോഹയുടെ കാലത്ത് നടന്നത്? ആർക്കും വേണ്ട. ദ സെയിം റെപ്പറ്റീഷൻ ഗോയിങ് ഓൺ റൈറ്റ് നൗ ഓൾസോ. ബാബേൽ ടവർ ഉണ്ടാക്കിയപ്പോഴും അത് തന്നെയല്ലേ നടന്നത്? സോ വി ആക്ച്വലി ഹാവ് ദ സെയിം പാറ്റേൺ വെൻ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് നോട്ട് ഇൻ അസ്. ദൈവത്തിൻ്റെ ആത്മാവ് ഇല്ലാതാകുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വി ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ എനിത്തിങ്. അതായത് റെസ്പോൺസ് മീൻസ് പ്രതികരിക്കുക. ഒരു കാര്യം കേട്ടാൽ പ്രതികരിക്കുന്ന ഒരു നേച്ചറാണ് റെസ്പോൺസിബിൾ. അതായത് ടീച്ചേഴ്സ് പറയുന്നത് കുഞ്ഞുങ്ങൾ കേൾക്കുമ്പോൾ, സ്റ്റുഡൻസ് കേൾക്കുമ്പോൾ അവർ ദേ ആർ റെസ്പോൺസിബിൾ സ്റ്റുഡൻസ്. മാതാപിതാക്കൾ പറയുന്നത് മക്കൾ ചെയ്യുമ്പം ദേ ബിക്കം റെസ്പോൺസിബിൾ. അത് പ്രതികരിക്കുക, പ്രവർത്തിക്കുക. അപ്പോൾ ചില അപ്പന്മാർ പറയാറില്ലേ, അവരുടെ മക്കൾ അനുസരിക്കും, അവരുടെ കൂടെ നിൽക്കും. ബിക്കോസ് പ്രയാസമുള്ള കുടുംബങ്ങളിൽ അപ്പൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കാൻ മക്കൾ കാണും. പക്ഷെ സുഖസൗകര്യങ്ങൾ കൂടുമ്പം സ്വാർത്ഥതയാണ് വളർത്തിയെടുക്കുന്നത്. അവിടെയുള്ള മക്കൾ ഒരിക്കലും അപ്പൻ്റെ അമ്മയുടെയും കാര്യം അന്വേഷിക്കാറില്ല. അത് ഈ 10 കൽപ്പനയിൽ 5ാം കമാൻഡ്മെൻറ്റ് പറയുന്നത് ഓണർ യുവർ പേരൻസ് സോ ദാറ്റ് യു വിൽ ഹാവ് ലോങ് ലൈഫ്. അത് മലയാളത്തിൽ നിൻ്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സും സമൃദ്ധിയും തരും. ഈ 10 കൽപ്പനയിൽ ഈ 5ാം കൽപ്പന മാത്രമേ ഉള്ളൂ മാതാപിതാക്കളെ ബഹുമാനിക്കുക, അതിൻ്റെ കൂടെ അനുഗ്രഹം വരുമെന്ന് എഴുതിയിരിക്കുന്നത്. മറ്റു കൽപ്പനകൾ അത് എഴുതിയിട്ടില്ല. ദൈവം നിബന്ധനമായിട്ട് അതോറിറ്റിയായിട്ട് ചില കാര്യങ്ങൾ മാനുവലിൽ എഴുതിയിരിക്കുന്ന പോലെ ബൈബിളിൽ തന്നിരിക്കുന്നത് അത് മാനിക്കാതെ നമ്മൾ നമ്മുടെ തന്നെ മാനുവൽ ഉണ്ടാക്കിയാൽ തീർത്തും അത് നാശത്തിലേക്കാണ് പോകുന്നത്. അത് വിനയായി മാറുമെന്നുള്ളത് ദൈവം തമ്പുരാൻ നമ്മളെ ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മളോട് പറയുന്നത്, ആർ വി റെസ്പോൺസിബിൾ? കെർക്യാർഡ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, ഓൾ ദി ഷ്രൂഡ്നെസ് ഓഫ് മാൻ സീക്സ് ദ സെയിം തിങ്, ടു ബി ഏബിൾ ടു ലിവ് വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി. അതായത് എനിക്കൊരു ചുമതല എടുക്കാൻ കഴിയത്തില്ല. ഐ വോണ്ട് ടു എൻജോയ് മൈ ലൈഫ്. എനിക്ക് സുഖിക്കണം. ഈ ചിലർ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ സ്ത്രീകൾ പറയത്തില്ല, ഐ വോണ്ട് ടു എൻജോയ് മൈ ലൈഫ്, ഐ വോണ്ട് മൈ പ്രൈവറ്റ് ലൈഫ്. ഞാനത് കുറേ നേരം ആദ്യമായിട്ടപ്പോൾ എനിക്ക് വലിയ പ്രയാസം തോന്നി, എന്താണ് പ്രൈവറ്റ്. പക്ഷെ ഞാനെന്ന് ചോദിക്കട്ടെ, വിവാഹ ജീവിതത്തിൽ സ്ത്രീയെക്കാട്ടി കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് പുരുഷന്മാർക്കല്ലേ? അല്ലേ? ദേ ഹാവ് ടു ചേഞ്ച് എവ്രി ഏരിയ because somebody is watching over them.
സ്ത്രീകൾക്കും വ്യത്യാസം വരണം, പക്ഷേ ഏറ്റവും കൂടുതൽ വ്യത്യാസം വരേണ്ടത് അവരിലാണ്. കാരണം അപ്പോൾ പുരുഷനിലും സ്ത്രീയിലും അവരുടെ പ്രൈവറ്റായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സ്വയകാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് രണ്ടുപേരും ഒന്നിച്ച് ചേർന്ന് മറ്റേ ആൾക്ക് കൂടുതൽ പ്രാധാന്യം അവരുടെ ആവശ്യങ്ങൾ കൊടുക്കുമ്പം കുടുംബജീവിതത്തിൽ സമാധാനം വരും. അതെല്ലാം കഴിഞ്ഞ് മക്കളുണ്ടാകുമ്പം അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കുമ്പോൾ ദർ ഇസ് നോ സെൽഫിഷ്നെസ്. അവിടെ ഒരു പ്രയാസമായിട്ട് പറയുകയില്ല. അത് വിവാഹ ജീവിതത്തിൽ എൻ്റർ ചെയ്യുമ്പം കാര്യം നേടാൻ കുറച്ച് നാളത്തേക്ക് സുഖിക്കാൻ നല്ല ഉദ്ദേശിക്കുന്നത്. അൺടിൽ ഡെത്ത് നോ മാറ്റർ വാട്ട് ഐ വിൽ സ്റ്റേ വിത്ത് ദിസ്. അങ്ങനെ ഒരു കവനൻറ്റിലോട്ട് കയറുമ്പം ദൈവം നമ്മളോട് റെസ്പോൺസിബിൾ ആണോ എന്ന് ചോദിക്കും. റെസ്പോൺസിബിലിറ്റി കംസ്, ആർ യു റെസ്പോണ്ടിങ് ടു ദി കോൾ വിച്ച് ഗോഡ് ഹാസ് ഗിവൻ ടു. നിന്നെ ഏൽപ്പിച്ച ജോലിക്ക് നീ, അത് വിശ്വസ്തതയാണ്. അത് എസ്തറിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ എസ്തർ ഒരു ഓർഫൻ ഗേളാണ്. അനാഥയായ ഒരു കുഞ്ഞിനെ മൊർദെഖായി വളർത്തിക്കൊണ്ട് വന്ന് അഗസ്വേസ് രാജാവിന് മുമ്പിൽ കൊണ്ടുവന്ന് അവിടെ ആ രാജാവിൻ്റെ രാജ്ഞിയായി മാറുകയാണ്. ഷി നെവർ ഗോസ് ബാക്ക്, ഷി നെവർ റിവീൽഡ് ഷി വാസ് എ ജൂ. അവളൊരു യൂതയാണെന്ന് ഒരിക്കലും പറഞ്ഞില്ല. അവിടെ രാജ്ഞിയായിട്ട് നിന്ന് വിശ്വസ്തത കാണിച്ചു, റെസ്പോൺസിബിലിറ്റി എടുത്തത് എപ്പോഴാണ്? ഒരു പ്രയാസം വന്നപ്പോൾ 3 ദിവസം ഉപവാസ പ്രാർത്ഥന എടുക്കുക തന്നെയല്ല, എല്ലാവരും എൻ്റെ കൂടെ ഉപവസിക്കുക എന്ന് പറഞ്ഞു. നമ്മുടെ കൂടെ ഉപവസിക്കാൻ പറഞ്ഞ് എത്ര പേരുണ്ട് കൂടെ? ഉണ്ടോ ഒരു ചെറിയ ഗ്രൂപ്പെങ്കിലും? ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. നമ്മൾ പറഞ്ഞ് നമ്മുടെ അപ്പനും നമ്മുടെ അമ്മയും നമ്മുടെ മക്കളും നമ്മുടെ സഹോദരനും നമ്മുടെ ഭർത്താവും കൂടെ ഒന്ന് ഉപവസിക്കുമോ? അങ്ങനെയുള്ളവരുണ്ടോ? നമുക്ക് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ മക്കളോട് പറയുന്ന സ്റ്റേജ് ആയിട്ടുണ്ടോ? ഉണ്ടോ? ചിന്തിച്ച് നോക്കാം. മക്കൾ എത്ര പ്രായം കൂടിയാലും അവർ മക്കൾ തന്നെയല്ലേ? അവിടെയാണ് വിനയം. അങ്ങനെയുള്ളിടത്ത് ഐശ്വര്യം വരും. ദൈവത്തിൻ്റെ അതോറിറ്റി എന്ന് പറഞ്ഞ് ചുമ്മാതുള്ള കാര്യമല്ല, എല്ലാം ഓർഡറാക്കി വരണം. ഒരു കുടുംബം എന്ന് പറയുന്നത് ദാറ്റ്സ് അണ്ടർ ദ കവറിങ് ഓഫ് ദ ലിവിങ് ഗോഡ്. അപ്പോഴാണ് 91-ാം സങ്കീർത്തനം, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും. ഒരു കാലത്തും കൈവിടാത്ത ഒരു ദൈവം മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഉറപ്പിച്ച് പറയാനുള്ള ശക്തി നമുക്കുണ്ടാകണം. പല കുടുംബങ്ങളിലും കെട്ടുകൾ ഇങ്ങനെ അഴിഞ്ഞു വരുന്നതായിട്ട് ദൈവം എന്നെ കാണിക്കുന്നു. വിനയപ്പെടേണ്ടി ഒരു വിനയപ്പെടട്ടെ, ഹൃദയം കഠിനമാക്കരുത്. ദൈവം നമ്മുടെ കൂടെ വന്ന് നിൽക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. റെസ്പോൺസിബിൾ ആർക്കാണ് കർത്താവേ പ്രതികരിക്കാനുള്ള കഴിവ്? മനുഷ്യനല്ലേ നീ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ പ്രതികരിക്കുന്ന പോലെയല്ലേ മറ്റുള്ളവർ റിയാക്ട് ചെയ്യുന്നത്. നേരം വെളുക്കുമ്പം ദുഃഖമുള്ള മുഖത്തോട് വരുമ്പം ഭർത്താവ് ചോദിക്കുക, എന്തിനാണ് ഇങ്ങനെ മുഖം വാടിയിരിക്കുന്നത്? തിരിച്ചു വഴക്കുണ്ടാക്കാതെ, ശരി എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചില സന്ദർഭങ്ങളിൽ എന്തോ ഒരു സ്പിരിറ്റ് നമ്മളെ താഴോട്ട് വലിക്കുന്നതായിട്ട് തോന്നിക്കുന്നു. അത് പറയുമ്പോഴേ അത് അഴിയുകയാണ്. അതിന് പകരം തിരിച്ച് വഴക്കുണ്ടാക്കുന്നതിന് പകരം, ദൈവമേ അങ്ങനെ ഒരു മുഖം എനിക്കുണ്ടെങ്കിൽ അത് മാറ്റിത്തരണം. രാവിലെ തോറും നിന്നെ സ്തുതിക്കുന്ന ഒരു മുഖമാക്കി തരണം. നിൻ്റെ പ്രസാദം വാങ്ങിക്കുവാൻ തക്കണം നിൻ്റെ അടുക്കൽ വന്ന് ഇരിക്കാൻ പഠിപ്പിക്കണം. നിങ്ങൾ കുടുംബമായിട്ട് നിൻ്റെ കാൽക്കീഴിൽ വെക്കണം. ഞങ്ങൾ എവിടെയായിരുന്നാലും, ചിലപ്പോൾ മക്കളൊക്കെ ദൂരെയായിരിക്കാം, എന്നാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ കവചത്തിനകത്ത് അവരെ കൊണ്ടുവരും. ഒരാൾ ഒരു ഭവനത്തിൽ വിശ്വസ്തത കാണിച്ചാൽ നിൻ്റെ അതോറിറ്റിക്കകത്ത് അവരെ കൊണ്ടുവരണം. ഇടയൻ്റെ കയ്യിലേക്ക് ആടുകളെ ഏൽപ്പിക്കാൻ ചുമതല ഞങ്ങൾക്കുണ്ടല്ലോ. അവരെങ്ങനെ പോയാലും. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, കൊച്ചുമക്കളെ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഇടയൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചിട്ട് ഈ ഇടയൻ അത് പൂർത്തീകരിച്ച് തരുന്ന വിശ്വസ്തനാണെന്ന് പറയാനുള്ള കൃപയാണ്. അതിന് അടുപ്പം വേണം ദൈവത്തോട്, വ്യക്തമായ അടുപ്പം. ആ ബന്ധത്തിന് മുമ്പിൽ നിൽക്കുന്ന ഏത് തടസ്സമാണേലും അഴിഞ്ഞു പോകണം. വിശ്വാസക്കുറവാണെങ്കിൽ ഈ രാത്രിയിലും പകലും ഇൻപുട്ട് ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വചനം എഴുതി വരണം. ടെലിവിഷൻ്റെ മുമ്പിൽ വചനം എഴുതപ്പെട്ട് വരുന്നത് പോലെ ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതിത്തരണം. ഞങ്ങളുടെ ഹൃദയത്തിൽ നിൻ്റെ വിരലുകൊണ്ട് കൽപ്പനകൾ എഴുതിത്തരണം. നിൻ്റെ സ്നേഹത്തിൻ്റെ ആത്മാ ഞങ്ങളിൽ ഞങ്ങളുടെ തലമുറകളിലും പ്രവർത്തിക്കട്ടെ. വെള്ളം ഒഴുകട്ടെ അപ്പച്ച, മുകളിൽ നിന്ന് താഴോട്ട്. മുകളിൽ നിന്നല്ലേ വെള്ളം ഒഴുകത്തുള്ളൂ. അതോറിറ്റി മുകളിൽ നിന്ന് വെള്ളം താഴോട്ട് ഒഴുകട്ടെ. ആ വെള്ളത്തിൽ, ആ ജീവവെള്ളത്തിൽ എല്ലാവരും ഒന്ന് കുളിച്ചു പൊങ്ങട്ടെ. സമൃദ്ധമായ ഈ ജീവവെള്ളം, ദൈവത്തോട് ചേർന്ന് നിന്ന ഈ വെള്ളം, അതിൽ ഞങ്ങളെ കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ച് പിതാവിൻ്റെ വലതുഭാഗത്ത് കൊണ്ട് ഇരുത്തുന്ന സ്നേഹത്തിന് നന്ദി. ഇത് ദിനംപ്രതി ആസ്വദിക്കാൻ ഞങ്ങളെ വിളിച്ചു മാറ്റുമ്പോൾ കടന്നു വരുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.